ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദീപക് സാറും ആ സാന്ദ്രയും ചേർന്നാണ് മാഡത്തിനെതിരെ ഗൂഢാലോചന നടത്തിയത്. സാന്ദ്രയും ദീപക്കും തമ്മില് വഴിവിട്ട ബന്ധമായിരുന്നു. അല്ല, അവളിപ്പോ എവിടെയാ ആ സാന്ദ്ര? അവള് ജയിലിലായി. അമ്മയും മകനും കൂടി നല്ല വിളവെടുപ്പാണല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ രാജു? ഇതിനൊക്കെയാ അച്ഛനെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഓഫീസിലേക്ക് വരുന്നത്. 10 കോടിയല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്? അതെ. 50 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് സാറിന്റെ മെയിലിലേക്ക് ബാങ്ക് നോട്ടിഫിക്കേഷൻ അയക്കാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സാറിന്റെ അക്കൗണ്ടിലെ ഒരു കാര്യവും ഞാൻ അറിയാതെ നടക്കില്ല. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താ അപ്പൊ ഞാൻ അറിയും. ഇത് ധൈര്യമായിട്ടിരിക്കെ, ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി രാജു. May I come in, sir? Come in. ഞാൻ ഒഫീഷ്യലായ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാ. ഓഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ശരി സാർ. ആ ഋതിക എന്ന് പറയുന്നവള് ഉഴപ്പുകയോ ജോലി ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതോടനെ എന്നെ അറിയിക്കണം. ശരി സാർ. മായക്ക് ഞാൻ സ്പെഷ്യൽ ഇൻക്രിമെന്റ് തരുന്നുണ്ട്. Don't touch, sir. അവനൊരു ഗിരിരാജൻ, അവന്റെ ഒരു ഇൻക്രിമെന്റും. ഇവന്റെ വായ്നോട്ടോ സെറ്റപ്പോ ഒന്നും ഇതിനകത്ത് ചെലവാകുന്നില്ല. അതുകൊണ്ട് പുറത്തോട്ട് പോവാ കൂവാൻ. അവനെ കോളേജിൽ വിളിച്ചിരുന്നതേ ലോലുപൻ എന്നാ. എന്താ? ലോലുപൻ. മാഡം, എനിക്ക് മാഡത്തോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ രശ്മി? ഫോൺ ചെയ്ത് പറയണമെന്ന് വിചാരിച്ചത്, പക്ഷെ അന്നത് സാധിച്ചില്ല. മാത്രമല്ല, ക്ലിയർ എവിഡൻസ് കിട്ടിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് മാഡത്തോടത് പറഞ്ഞേ പറ്റൂ. മാഡം എന്നോട് വാ. വാ മാഡം. ഇങ്ങോട്ടൊന്നും ആരും വരില്ല രശ്മി. രശ്മി പറഞ്ഞോ. ആദ്യം എന്റെ ഡൗട്ടായിരുന്നു. ആ ഡൗട്ട് വെച്ച് ഞാൻ പരിശോധിച്ചപ്പോ എല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താ രശ്മി? എല്ലാം തുറന്നു പറയേ. മാഡം, ആരൊക്കെ എന്തൊക്കെ വേല വെച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം ഏക അവകാശി മാഡം ആണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. എനിക്കങ്ങനെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട രശ്മി. അതും അറിയാം മാഡം. പക്ഷേ മാഡത്തിനിട്ട് ചെയ്ത ഈ ചതിയുടെ കഥ മാഡം അറിയാതെ പോകരുത്. രശ്മി പറയേ. മാഡത്തെ ഇവിടുന്ന് പുറത്താക്കാൻ അന്നിവിടെ വലിയൊരു ഗൂഢാലോചന നടന്നു. ഗൂഢാലോചനയോ? അതെ, ദീപക് സാറും ആ സാന്ദ്രയും ചേർന്നാണ് മാഡത്തിനെതിരെ ഗൂഢാലോചന നടത്തിയത്. സാന്ദ്രയും ദീപക്കും തമ്മില് വഴിവിട്ട ബന്ധമായിരുന്നു. അല്ല, അവളിപ്പോ എവിടെയാ ആ സാന്ദ്ര? അവള് ജയിലിലായി. ജയിലിലോ? അതെ. ഇങ്ങനെയൊക്കെ നടന്നല്ലേ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല.
അവൾക്ക് ഇതൊക്കെ കിട്ടണം. അത്തരം ഒരു ചതിയാ അവള് മാഡത്തോട് ചെയ്തത്. അല്ല, എന്ത് ചതിയ ചെയ്തെന്ന് വ്യക്തമാക്ക് രശ്മി. മാഡം, അന്നുണ്ടായ ആ 20 കോടിയുടെ നഷ്ടമെന്ന് പറയുന്നത് സാന്ദ്രയും ആ ദീപക്കും കൂടി ഉണ്ടാക്കിയതാ. അവര് ചെയ്ത തിരിമറികളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. മാഡം വാ, ഞാൻ കാണിച്ചു തരാം. വാ മാഡം. എനിക്ക് അന്നേ സംശയം തോന്നിയത്, പക്ഷെ ഞാൻ അതിന്റെ പുറകെ പോയില്ല. ചതിച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല മാഡം. ആദ്യം ഞാൻ ആ കമ്പനിക്ക് ഒരു മെയിൽ അയക്കട്ടെ. ശരി മാഡം. ചെറുക്കന് എത്ര വയസ്സുണ്ട്? 2ാം ക്ലാസ്സിലും മറ്റു പഠിക്കുക. ഒരു തണ്ണിമത്തം പോലെ ഉരുണ്ട അവന്റെ വരവ്. കത്ത് കൊണ്ടുവന്ന് തന്നിട്ട് അമ്മോളോട് എന്താ പറഞ്ഞത്? ഡിയർ, ദിസ് ഈസ് മൈ ഹാർട്ട് എന്ന് വെച്ചാ അത് അവന്റെ ഹൃദയമാണെന്ന്. ദീപക്കേ, എന്തായാലും ആ കാര്യം ഓക്കെ ആയി. 10 കോടി പോയാലെന്താ, അവനാ കുറ്റം ഏറ്റെടുത്തില്ലേ? പ്രോബ്ലം സോൾവ് ചെയ്തില്ലെങ്കിലേ നമുക്ക് സ്വസ്ഥത കിട്ടില്ലമ്മേ. അതെ, എന്തായാലും സമാധാനമായില്ലേ? വല്യമ്മാവന്റെ കാശല്ലേ, അയാളുടെ കാശ് ഇങ്ങനെ കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തോ? ആ മരങ്ങോടം പ്രതാപവർമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പണികൾ കൊടുക്കണം. നീ വാ. അല്ല, ആ ലെറ്ററിൽ എന്താ എഴുതിയിരുന്നത്? വേറൊന്നുമല്ല, ഐ ലവ് യു. ഇവനൊക്കെ വളർന്ന ദീപക്കാവുന്നത്. ഇവിടെ മൊത്തം ചിരിയും കളിയൊക്കെ ആണല്ലോ. ഇവന്റെ മൂടോട്ടൊക്കെ മാറിയോ? പറഞ്ഞു തീർന്നില്ല, മുടിഞ്ഞ ഐസ. ദീപക്കൊന്നല്ലോ. അകലേ